രാവിലെ കൊക്കൊക്കെ ജില്ല് ജില്ലെന്ന് പറഞ്ഞ് നടപ്പുണ്ട് കേട്ടോ. എന്തായാലും തണുപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനേ ടീമുകൾ എത്തിയിട്ടുണ്ട്. ചൈനേൻ്റെ കൂടെ പറമ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ താറാവിനൊക്കെ തീറ്റയൊക്കെ എടുത്തു വെച്ച് അത് കഴിഞ്ഞ് കുഞ്ഞ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കണമെങ്കിൽ ഇച്ചിരി ടാസ്ക്കുള്ള കാര്യമാണല്ലോ. അപ്പോൾ വേറെ ഒന്നുമില്ല. എന്തായാലും പാട്ട് കേട്ടിട്ടാണെങ്കിൽ പിന്നെ വലിയ മടുപ്പില്ലാതെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്നോർത്ത് പാട്ടൊക്കെ വെച്ചിരുന്ന് ആസ്വദിച്ച് ആഘോഷമായിട്ടങ്ങ് മീൻ വെട്ടി. അപ്പോൾ എളുപ്പം കിട്ടി കേട്ടോ. എന്തായാലും പെട്ടെന്ന് അതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ വെട്ടുന്നതിനേക്കാളും പാടെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കണമെങ്കിലോ ഭയങ്കര മത്തിയും കൂടിയല്ലേ, ആകെ നാറ്റക്കേസല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞൊന്ന് മസാലയൊക്കെ പുരട്ടി വെച്ച് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, താറാവിന് തീറ്റ കൊടുത്ത് അതിനെ ഒന്ന് താഴെ ഇറക്കി വിട്ടു. എനിക്ക് കോഴിക്ക് നേരത്തെ കുത്തി അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെൻ്റെ ചെടിക്കകത്തെല്ലാം കയറി നാശാവിശമാക്കും. അപ്പം ഞാൻ അവർക്ക് തീറ്റയും കൊടുത്ത് വെച്ചിട്ട് ഞാൻ മീൻ വേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ മീൻ വേസ്റ്റ് കൊണ്ടുപോയി നമ്മുടെ കുളത്തിൽ ഇട്ട് കൊടുത്തു. അതിൻ്റെ അകത്ത് ഷാർക്കുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസുകളുണ്ട് കേട്ടോ. അവർക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾ കൂടുതലും മീനിൻ്റെ വേസ്റ്റാണ് കൊടുക്കാറ് കേട്ടോ. അങ്ങനെ അതെല്ലാം കൊടുത്ത് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് ക്ലീനാക്കി. അങ്ങനെ മീനൊക്കെ പൊരിച്ച് ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇത്രയൊക്കെ ഉള്ളേ.